ഹലോ ഫ്രണ്ട്സ്, ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ടല്ലോ. ഈ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ എങ്ങനെ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം, അത് പ്രിൻ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് നമ്മളിത് എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ കയ്യിൽ പിക്സാർട്ട് ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പിൽ നമ്മൾ പിക്ചർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക. ഇതിൽ കാണിച്ചതുപോലെ ക്രോപ്പ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ തപ്പാണ് കത്തിരിക്കട സംഭവമാണ്. അപ്പോൾ ഈ കട്ട് ഔട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഈ ഒരു നമുക്ക് ഏതൊരു പോർഷൻസാണ് ഇതിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ അത്രയും നല്ല പോർഷൻസ് നമ്മൾ നല്ലപോലെ കട്ടാക്കി കൊടുക്കാം. നല്ല രസത്തിൽ വേണമെങ്കിൽ നമുക്ക് ഫുള്ള് ആയിട്ട് കിട്ടും. കറക്റ്റ് ആ ഒരു ഷേപ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സൊക്കെ അവിടെ കിടക്കണം, ഇങ്ങനൊരു അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലും ചെയ്യാം. ഏത് ടൈപ്പ് അപ്പം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചാണത്. എഡിറ്റിങ് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനൊരു ഇത് കൊടുത്തു, പക്ഷെ ഇവിടെ കറക്റ്റ് ലേ ഔട്ടായിട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ അങ്ങനത്തെ വേണ്ട. നമ്മളെന്ത് ചെയ്യാം, എക്സ്ട്രാ റീൽസ് ഇവിടെ നമ്മൾ ബ്രഷിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഇതൊരു ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റായി കൊടുക്കാം. അതിനുശേഷം സ്റ്റിക്കർ ഇത് നമ്മൾ സേവ് ആക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റിക്കർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ഏത് ഫ്ലവർ വെക്കണോ, ഏതൊരു എഡിറ്റിങ്ങിൻ്റെ സംഭവങ്ങൾ വെക്കണോ എന്നൊക്കെ നോക്കുന്നത് സ്റ്റിക്കർ ഓപ്ഷനിലാണ്. നമുക്കിപ്പോൾ ഒരു യെല്ലോയിഷ് കളറാണ് കൂടി നമുക്കൊരു സൺഫ്ലവറിൻ്റെ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊരു സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗ് ആണ്. അത്ര അടിപൊളി വലിയ സംഭവം എഡിറ്റിംഗ് ഒന്നുമല്ല. ഇതൊരു എഡിറ്റിങ്ങിൻ്റെ മോഡൽ കാണിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു ഏത് പിക്ചർ വേണം, ഏതൊരു ഫ്ലവർ വേണം എന്നുള്ളതൊക്കെ ഇതിലൊക്കെ എടുക്കുന്നുണ്ട് സ്റ്റിക്കറിൽ. അത് എവിടെ വെച്ച് കൊടുക്കേണ്ടത് അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി നോക്കിയിട്ട് വലുതാക്കിയിട്ടും ചെറുതാക്കിയിട്ടൊക്കെ നമ്മൾ വെച്ച് കൊടുക്കാം. അതായത് നമ്മുടെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നമുക്ക് എന്താണ് എഴുതി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആണോ അങ്ങനെ എഴുതി കൊടുക്കാം. നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അവിടെ ടെക്സ്റ്റിൽ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അത്രയ്ക്ക് സിമ്പിളാണ് ഈ ഒരു ഫോട്ടോ ഫ്രെയിം നമുക്ക് ചെയ്ത് വെക്കാനായിട്ട്. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു എഡിറ്റിങ് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് ആപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഏതിലാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം, നമുക്ക് അറിയണതൊക്കെ അനുസരിച്ച് നമ്മൾ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഒരു എഡിറ്റ് ചെയ്ത ഒരു പിക്ചർ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുത്ത് കിട്ടിയ ഇത് നമ്മളെ കയ്യിൽ ഫ്രെയിംസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്ത് കിട്ടിയത് കറക്റ്റ് സ്യൂട്ട് അനുസരിച്ച് നമ്മൾ സൈഡൊക്കെ ഒന്ന് വെട്ടി കൊടുത്ത് കറക്റ്റ് ഏതൊരു പോർഷനിലാണെന്നൊക്കെ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഫ്രെയിമിൽ സെറ്റാക്കി കൊടുക്കാം. ഇതാണ് നമുക്കിവിടെ വരുന്നത്. നിങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ഈ ഒരു ഫോട്ടോ ഫ്രെയിംസിൽ എങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യാമെന്നുള്ളതും ഈ ഫ്രെയിമിൽ നമ്മളിതെങ്ങനെ വെക്കാൻ നോക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് എന്തൊക്കെ ഇതിൽ എക്സ്ട്രാ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞുതരാം, നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കി കൊടുക്കുക. പിന്നെ ഇതുപോലെ ഇതുള്ള ഫോട്ടോ ഫ്രെയിംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുക, റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാതെ നമ്മൾ പറഞ്ഞുതരും. ഞാൻ ചെയ്ത കുറച്ച് വർക്ക്സിൻ്റെ ഫോട്ടോസ് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡേഴ്സ് പറയാം. ഇതുപോലെ ചെയ്ത് വെക്കാൻ നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ അടുത്തൊരു അടിപൊളി കണ്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ ഓൾ.